രാവിലെ എന്നും ജോലിക്ക് വന്നിട്ട് പെരെ പോയിട്ട് പുറത്തിറങ്ങിയാൽ വീട്ടിൽ ഞാൻ തുറക്കും. എന്താണെന്നറിയാം, നമ്മളതിൻ്റെ ഹെൽമെറ്റ് അതിൻ്റെ അകത്തായിരിക്കും. മിക്കവാറും ഞാൻ മറന്നു പോകും. ഇന്നും അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് പ്രൊജക്ട് മീറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഓഫീസിൽ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ പായപ്പറക്കാർ, മുനിസിപ്പാലിറ്റി, വാളകം എല്ലാ ടീച്ചേഴ്സും ഉണ്ട്. അതുകൂടാതെ നമ്മൾ CDPO, സൂപ്പർവൈസർ, സാർമാരൊക്കെ ഉണ്ട് കേട്ടോ. മീറ്റിംഗൊക്കെ തുടങ്ങി സാർമാർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലഡു കിട്ടിട്ടോ. പുതിയ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സെക്ടറിലിട്ട്. അപ്പോൾ അതിൻ്റെ വകയായിട്ട് നമുക്ക് ടീച്ചേഴ്സിന് എല്ലാവർക്കും ലഡു ഒക്കെ തന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റാണ്. എനിക്കില്ല കേട്ടോ. ഇവർ നേരത്തെ ഫുഡ് സേഫ്റ്റിയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ടീച്ചർ കിട്ടിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഇതാണ്. പിന്നെ വൈകുന്നേരം കേക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്ന് പ്രൊജക്ട് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സെൻട്രലായിട്ട് പോകേണ്ടി വന്നില്ല കേട്ടോ. സാധാരണ നമുക്ക് ഓൺലൈനായിട്ടാണ് നടത്താറ്. ഇന്നിപ്പോൾ നമുക്ക് ഓഫ്ലൈൻ മീറ്റിംഗ് ആയിരുന്നു. ഇത് കണ്ടോ, ചെമ്പകത്തിൻ്റെ മരമാണ് കേട്ടോ. വലിയ മരമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എന്ത് മണമെന്നറിയാമോ. നേരത്തേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ചെമ്പകത്തിന് പൂവുണ്ടോയെന്ന് പറയാൻ വേണ്ടി മൊത്തം തപ്പിപ്പറക്കും. പക്ഷേ ഇന്ന് വന്നപ്പോൾ ചെമ്പകത്തിന് പൂവൊന്നും കിട്ടിയില്ല. ചെറിയൊരു കുഞ്ഞു കഷ്ടം മാത്രമായിട്ടുണ്ട്. പക്ഷെ നല്ല മണമാണ് കേട്ടോ. ഞാൻ അവിടെ തപ്പിപ്പറക്കി, പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പറിക്കാൻ പാടിനായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയ മുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മേളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എന്നേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.